ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മുത്തങ്ങയിലാണ്. അപ്പോൾ മുത്തങ്ങയിൽ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് പരിചയപ്പെട്ടാലോ. സത്യത്തിൽ ഞാനൊരു പ്രതീക്ഷയില്ലാണ്ടാണ് മുത്തങ്ങയിലെത്തിയത്. കാരണം നമ്മുടെ ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നും അത്ര പവറല്ലല്ലോ. ബട്ട് ഈ പ്രാവശ്യം മനസ്സ് നിറഞ്ഞാണ് മുത്തങ്ങ നമ്മൾ യാത്രയാക്കിയത്. എവിടെ എന്ത് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കൂടെ കുടിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മുത്തങ്ങ ട്രക്കിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 6 മുതലും വൈകുന്നേരം 3 മണി മുതലുമാണ് ഇവിടെ ട്രക്കിംഗ് സ്റ്റാർട്ടാവുന്നത്. ബസ്സിലും ജീപ്പിലുമായി 2 ട്രക്കിംഗ് ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബസ് ടിക്കറ്റ് ചാർജായിട്ട് 300 രൂപയും ജീപ്പ് സഫാരിയുടെ ചാർജ് 2100 രൂപയാണ് വരുന്നത്. ആൾ ഫുള്ളായാൽ മാത്രമേ ബസ് എടുക്കൂ, അത് വേറെ കാര്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ഇട്ട് ജീപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ സഫാരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻട്രൻസിൽ കണ്ട കുറച്ച് മുത്തുമണികളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവർ പരപ്പുറത്തും മരത്തിലും റോട്ടിലും ഒക്കെ ആയിട്ട് തകർത്താടുകയാണ് ഫ്രണ്ട്സ്. ഓ ഗായ്സ്, എന്താണെന്നറിയില്ല, ഇവളിപ്പോഴായിട്ട് വിളിക്കണത് എല്ലാനും തിരിഞ്ഞു നോക്കി അടുത്ത് വരുന്നുണ്ട്. എന്നാണാവോ ഇവള് ആനനെ വിളിച്ച് കയറ്റാൻ പോകുന്നത്? എന്റെ പൊന്നു ഷൈജി, അടിച്ചു കയറി വരട്ടെ ചേട്ടായിയെ. ആനയെ കടിച്ചു കയറി വന്നാൽ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അതിനുമുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഫോറസ്റ്റ് സഫാരിയെക്കാട്ടിലും ബെറ്റർ ആയിട്ടൊരു ആക്ടിവിറ്റീസ് ഇവർ ഫ്രീ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുങ്കിയാനയ്ക്കുള്ള ആനയൂട്ടാണ്. നമ്മുടെ സുരേന്ദ്രനൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ സൈറ്റിംഗായി കിട്ടിയത് മാൻകൂട്ടങ്ങളെയാണ്. ഒപ്പം ഹനുമാൻ ലങ്കൂറുകളുമുണ്ട്. മാൻകൂട്ടങ്ങൾ മുത്തങ്ങയിൽ എവിടെ നോക്കിയാലും കാണാം. നമുക്ക് ആനേനെ തന്നെ കാണണം ഗൈസ്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ കാടിൻ്റെ ഭംഗി തന്നെയാണ്. ഒരുപാട് ട്രക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും മുത്തങ്ങക്കാടിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല പീസ്ഫുൾ ആംബിയൻസ് ഉള്ള കാടാണ് ഗൈസ് ഇത്. ആനയെ കാണാൻ കാട്ടിക്കയറിയിട്ട് ആനയില്ല ഗൈസ്. ആന റോട്ടിലാണ്. കാട് വിട്ട് റോട്ടിലിറങ്ങിയപ്പോൾ മുതൽ ആന, പന്നി, മാന് എല്ലാം കണ്ടു തുടങ്ങി. അതായത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ വെളുപ്പിനെ തന്നെ ഇറങ്ങിയ ഇവയെല്ലാം റോട്ടിൽ തന്നെ കാണാമെന്നർത്ഥം. ദാണ്ട് നിൽക്കുന്നു ഫ്രണ്ട്സ് ഒരു ഒറ്റയാൻ പന്നി. ഇനി അങ്ങോട്ട് ആനക്കുട്ടി വരും, ആനക്കൂട്ടം വരും. ഇതെല്ലാം മുത്തങ്ങ റോഡ് സൈഡ് കണ്ടവയാണ് ഫ്രണ്ട്സ്. ഇതിന് ശേഷം നമുക്ക് മുത്തങ്ങയിലെ ആനയൂട്ട് വിശേഷം കൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ആനയൂട്ട് വിശേഷങ്ങൾ കാണാം. ഈ വിഷുവിനോടനുബന്ധിച്ച് തുറന്നു കൊടുത്തൊരു ആക്ടിവിറ്റിയാണ് ഫ്രണ്ട്സ് ഇത്. ഇപ്പോൾ നിലവിൽ ചാർജുകളൊന്നും ഈടാക്കുന്നില്ലെങ്കിലും പോകെ ചാർജുകൾ ഈടാക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. കാലത്ത് 9 മണിക്കും വൈകുന്നേരം 5 മണിക്കുമാണ് ഇതിൻ്റെ സമയം വരുന്നത്. ഒരു കാലത്ത് നാടിനെ വിറപ്പിച്ചിരുന്ന ഭീകരന്മാരാണ് ഗൈസ് ഈ നിരന്ന് നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് ആന കുറവാണ്. മതപ്പാടുള്ളതുകൊണ്ട് 3-4 എണ്ണത്തിനെ മാറ്റിക്കെട്ടി നിർത്തിയിരിക്കുകയാണ്. മറ്റൊരു സങ്കടകരമായ അവസ്ഥ കൂടി ഉണ്ട് ഗൈസ്. നമ്മുടെ കോന്നി സുരേന്ദ്രൻ ഇവിടെ ഇന്നില്ല. സുരേന്ദ്രനും കൂട്ടാളിയും കൂടി പുൽപ്പള്ളിക്കാട്ടിൽ ആനയെ ഓടിക്കാൻ വേണ്ടി ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ആനകളെ വെച്ചിട്ടാണ് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ആന ഇറങ്ങിയാൽ, കടുവ ഇറങ്ങിയാൽ അതിനെ ഓടിക്കാനും അതിനെ പിടിക്കാനും വേണ്ടി ഈ ആനകളെ യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഈ കുങ്കിയാനകളെ നിർത്തിയിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് സൂര്യ എന്ന് പറയുന്ന ആന. ഇവന് 32 വയസ്സായി. ഇവന് ഈ ആനക്കേമ്പിൽ വളർന്ന കുട്ടിയാനായിരുന്നു. ഇപ്പം വലുതായി കുങ്കി ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പോൾ കാട്ടാനയൊക്കെ ഓടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാണ് പല്ലവദേവിലെ PM2. ഈ ആനക്കുട്ടിയാണ് ശരിക്കും പന്തലൂർ പ്രദേശത്ത് നിരന്തരമായിട്ട് ശല്യം ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ആനക്കുട്ടിയാണ്. എന്നിട്ട് തമിഴ്നാട്ടുകാരെന്ത് ചെയ്തു? ആന മയക്കോട്ട് വെച്ചു, റേഡിയോ കോൾ എടുപ്പിച്ച് കാട്ടിലേക്ക് തിരിച്ചു വിട്ടു. ആ ആന നേരെ ബന്ദിപ്പൂർ വനത്തിലേക്ക് കയറി നമ്മൾ വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് വന്നു.
സുൽത്താൻ ബത്തേരി ടൗണിലൂടെ എളുപ്പം കാലത്ത് നടന്നു. അങ്ങനെ ആളുകൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആനക്കുട്ടിയെ കണ്ട് ഓടി വീണ് പരിക്ക് പറ്റി ആനയെ ആക്രമിച്ച് വന്ന് വിവാദം ഉണ്ടാക്കി ആനക്കുട്ടിയെ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. 2 വർഷമായിട്ടുള്ള വന്നിട്ട്. ഫ്രണ്ട്സ്, ഇവർക്ക് കൊടുക്കാനുള്ള തീറ്റയാണ് ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. റാഗി, ശർക്കര, ഉപ്പ് എന്നിവയുടെ കൂട്ടാണിത്. ഇതുകൊണ്ടൊന്നും ഇവർമാർക്ക് നിറയാൻ പോകുന്നില്ല. ഇതവർക്ക് വെറും സ്നാക്സ് മാത്രം. ബാക്കി കൂട്ടിക്കയറ്റിയിട്ട് കൊടുത്തോളും. കുറെ കൊടുക്കാനുണ്ട്. പോയി പിടിച്ച കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുത്തങ്ങ വിശേഷങ്ങൾ ഇവിടെ തിരികെയാണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മളെയും കൂടെ കൂട്ടാൻ മറക്കരുതേ. ലവ് യു ഗൈസ്.